എങ്ങനെ അല്ല, മാറ്റം ഇന്നലെ രാത്രിയാണ് എന്നെ വിളിച്ചറിയിച്ചത്. ഇങ്ങനെ മാറണം എന്നുള്ളൊരു സൂചന നൽകി. അതനുസരിച്ച് ഞാൻ പറഞ്ഞു, പാർട്ടി എന്താ എന്നെ ഏൽപ്പിച്ചാലും ഞാനത് നിർവഹിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു. എങ്ങനെ അതല്ല, ഞാൻ പറയട്ടെ, പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ ചുമതല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, വട്ടിയൂർക്കാവിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം മാറി വന്നപ്പോൾ അതനുസരിച്ചുള്ള വിജയം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തൃശ്ശൂരത്തെ ദൗത്യം ഏറ്റെടുക്കുന്നു. ഈ കെ കരുണാകരൻ്റെ ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് BJP പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് ഇപ്പോൾ പത്മജ BJPയിൽ പോയതുകൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്കൊരു കോട്ടം ഉണ്ടാവില്ല. പക്ഷേ കെ കരുണാകരൻ ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത്, അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചൊരു കളി കളിക്കാനുള്ള അവസരം ഉണ്ടായി. പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു. അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. അത് എല്ലായിടത്തും അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും. കാരണം കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനെടുത്തോളം കാലം സമ്മതിക്കില്ല. ഈ പത്മജ കോൺഗ്രസ് വിട്ടിരുന്നു, കെ കരുണാകരന്റെ തട്ടകത്തിൽ താങ്കൾ മത്സരിക്കാൻ പോകുന്നു. അത് വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ ഒരു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥത്തിന് വേറൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി. അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല. വടകരയിലും കേരളത്തിലൊക്കെ മതേതര ശക്തികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭാവിയിൽ അത് തന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം. അതല്ല, BJPയുടെ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ അതിനെ പ്രതാപനും നില മിടുക്കനായിരുന്നു. പക്ഷേ കെ മുരളീധരൻ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് പ്രതാപൻ എന്നോട് 3 മാസം മുമ്പ് തന്നെ എന്നോട് ആവശ്യപ്പെട്ടാണ് തൃശ്ശൂരിലേക്ക് മാറണം, ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞാണ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വടകരയുണ്ട്, വേറെ താല്പര്യങ്ങളില്ല. അല്ല, പത്മജയല്ല, പത്മജ മാത്രമല്ല, അല്ല അതെ, ചതിയുണ്ട്. അതിനുള്ള ചതി ആര് കാണിച്ചാലും അത് കേരളത്തിൻ്റെ മണ്ണിൽ ചെലവാവില്ല. കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ്. ഞാൻ വിചാരിച്ചാലും തട്ടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കെ കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മേലെ പോലും സംഘി പതാക പതപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, അന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ സിറ്റിംഗ് സീറ്റാണ്. പ്രതാപനോട് ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ മത്സരിക്കും തൃശ്ശൂർ, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതാപന് പക്ഷേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പ്രതാപൻ പറഞ്ഞ ലീഡറുടെ തട്ടകത്തിൽ മുരളിയേട്ടൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും വ്യക്തിപരമായിട്ട് നമ്മളെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. BJP എതിർക്കാനുള്ള ഒരവസരവും ഞാൻ ഇന്നുവരെ പാഴാക്കിയിട്ടില്ല. അല്ല, സഹോദരി എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ചർച്ച ചെയ്ത ആരെയും വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ അല്ല, BJP തീരുമാനിച്ചോട്ടെ, ആരെ ഇറക്കണം അവരല്ലേ തീരുമാനിക്കുക, ഞാനാണോ തീരുമാനിക്കുക? BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുക, അതാണ് ലക്ഷ്യം. അവിടെ ജയിക്കുക, സീറ്റ് നിലനിർത്തുക, BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളുക. ഈ രണ്ടാണ് പ്രധാന ദൗത്യം. പ്രചരണം മുരളി മന്ദിരത്തിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുക. തീർച്ചയായും എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മറ്റ് പരിപാടികളിലേക്ക് കിടക്കുക. ഏതാ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു എൻട്രിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില പ്രസ്താവനകൾ ഒരു വിവാദമായി മാറുന്ന ഒരു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. താങ്കൾ അതിൽ എന്ത് പ്രതികരിക്കുന്നു എന്നൊക്കെ അവരൊന്നും ചോദിച്ചിരുന്നു. ഇല്ല, ഇപ്പോൾ അതിനെക്കുറിച്ച് കോൺഗ്രസ് രമേശ് ചെന്നിത്തല എന്നെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും കെ കരുണാകരൻ്റെ വ്യക്തിത്വത്തിനെ ഒന്നും ഒരു ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കെ കരുണാകരൻ്റെ ചിത്രം സംഖ്യകൾ ഉപയോഗിക്കാൻ ഇടയാക്കിയത് അദ്ദേഹം അല്ലല്ലോ. അതാരാണ് ഇടയാക്കിയതിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
ഏതായാലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു. നാളെ തന്നെ തൃശ്ശൂർക്ക് പോകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ അങ്ങനെയാണല്ലോ അവിടെ കഴിഞ്ഞ 5 കൊല്ലക്കാലം സജീവമായിട്ട് എം പിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. ആ ഒരു പൂർണ്ണ സംതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ ടേമിലെ എം പിമാർക്ക് എല്ലാവർക്കും ഉണ്ടായൊരു പ്രയാസം എന്ന് പറയുന്നത് 3.5 കൊല്ലം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, കോവിഡൊക്കെ കാരണം. പക്ഷെ ആ സമയത്ത് പോലും നിയോജകമണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ അവിടുന്ന് പോകുന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. പലരും എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കണ്ടേ? അല്ല, നല്ല മിടുക്കനായിട്ട് ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ. ഷാഫിക്ക് ആ ദൗത്യം 100% ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും. ഏതായാലും ടീച്ചർക്ക് ഡൽഹിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല. ടീച്ചർക്ക് കൂപ്പൺ ഉപയോഗിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരാം. എങ്ങനെ? തീർച്ചയായിട്ടും ഷാഫി ജയിച്ച് നല്ല കരുത്തനായിട്ടുള്ള എം പി ആയിട്ട് ലോക്സഭയിൽ ഉണ്ടാവണം. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനവുമില്ല. ഷാഫി ജയിച്ചു കഴിഞ്ഞാലും പാലക്കാട് സീറ്റ് നിലനിർത്താനുള്ള സംഘടനാ ശക്തി കോൺഗ്രസിന് പാലക്കാടുണ്ട്, UDFനുണ്ട്. അല്ല, അതിനെ നേരിടാനൊന്നും ഇല്ലല്ലോ. പാർട്ടിയുടെ നയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കും. പിന്നെ മുന്നിൽ നിർത്തിയാൽ BJPക്ക് സുഖമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പോവാം. അപ്പോൾ എൻ്റെ ജോലി ഭാരം കുറയും. ശരി. കെ മുരളീധരന്റെ നിശിതമായ വിമർശനം, ഒപ്പം പരിഹാസവും പത്മജ വേണുഗോപാലിനെ മുൻനിർത്തിയാണ് തൃശ്ശൂരിൽ BJP വോട്ട് തേടുന്നതെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് പോകാൻ മറ്റൊന്നും വേണ്ടിവരില്ല എന്നുള്ള കടുത്ത പരിഹാസം ഇപ്പോൾ ഉന്നയിക്കുകയാണ്.